അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു രാജ്യമാണ് യമൻ. യമൻ ഒരുപക്ഷെ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്, പേര് ലഭിച്ചത്, കേൾക്കുന്നത് ഹളറമൗത്ത് തരീം പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ പ്രദേശങ്ങളിൽ നിന്നാണ് ഒരുപാട് സയ്യിദുമാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര തിരിച്ചത്. ഇസ്ലാമിക ലോകത്തെ രാഷ്ട്രീയ, ആത്മീയ, സാമ്പത്തിക മേഖലകളിലും പ്രത്യേകിച്ച് തസവുഫിൻ്റെ മേഖലകളിലുമെല്ലാം യമൻ ഒരു വലിയ സുപ്രധാനമായ രാജ്യമായി മാറിയിട്ടുണ്ടായിരുന്നു. ആ യമനിൻ്റെ ആധുനിക സമകാലിക ചരിത്രത്തിൽ ഒരുപക്ഷെ ഈ വിഷയങ്ങളെക്കാളും അപ്പുറം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അത് സമകാലിക രാഷ്ട്രീയ മേഖലകളിൽ യമനിലെ മുഖ്യ രാഷ്ട്രീയ കക്ഷിയായ ഹൂഥികൾ എന്ന് വിളിക്കപ്പെടുന്ന അൻസാറുള്ള എന്ന സംഘടനയുടെ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ ഹൂഥികളുടെ ഒരു സമകാലിക രാഷ്ട്രീയ വർത്തമാനം പറയുക എന്നതിനോടൊപ്പം തന്നെ യമൻ ചരിത്രപരമായി എന്തായിരുന്നു, യമനിൽ എന്തൊക്കെ മാറ്റങ്ങൾ ചരിത്രപരമായി തന്നെ സംഭവിച്ചിട്ടുണ്ട്, പിന്നീട് ആധുനിക യമനിലേക്കുള്ള അവരുടെ ഒരു വളർച്ചയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ത് എന്നതും കൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. ഈ സമകാലിക രാഷ്ട്രീയ മാറ്റങ്ങൾ പറയണമെങ്കിൽ സ്വാഭാവികമായും യമനിൻ്റെ രാഷ്ട്രീയ ചരിത്രവും കൂടി പരാമർശിക്കേണ്ടതുണ്ട് എന്നതിനാലാണ് ഞാൻ ആ ഭാഗങ്ങളും കൂടി നമ്മുടെ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ യമനിനെ കുറിച്ച് തന്നെ ആദ്യം സംസാരിക്കുമ്പോൾ, യമൻ എന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ 2-3 വിഭാഗങ്ങളായി തന്നെ വിഘടിക്കപ്പെട്ട ഒരു പ്രദേശമാണ്. അവിടെ ഒഫീഷ്യലായ ഒരു ഭരണകൂടം ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അതായത് യുണൈറ്റഡ് നേഷൻ്റെയും അറബ് ലീഗിൻ്റെയും OSCEയുടെയൊക്കെ സഹായത്തോടു കൂടി PLC എന്ന് വിളിക്കപ്പെടുന്ന ഒരു സംഘടനം അവിടെ ഉണ്ട്. മജ്ലിസുൽ ഖിയാദുർ റിയാസി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അവിടെയാണ് ഈ ഒരു പൊതുവായിട്ടുള്ള ഒരു ഭാഗമുള്ളത്. എന്നാൽ യമനിൻ്റെ മറ്റൊരു ഭാഗം അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹൂതികളുടെ കയ്യിലാണ്. ഇന്നത്തെ യമൻ എന്ന് പറയുന്നത് വളരെ സമൃദ്ധമായ ഒരുപാട് രാജകുടുംബങ്ങളുടെയും, ആദ്യം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ, ഖിലാഫത്തിൻ്റെ ചരിത്രത്തിലും പിന്നീട് ഒരുപാട് മൊണാർക്കികളുടെ ചരിത്രത്തിലും വളരെ പേരുകേട്ട ഒരു സ്ഥലമായിരുന്നു. എന്നാൽ സമകാലിക രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് എത്തുമ്പോൾ ഈ നിലനിൽക്കുന്ന വെസ്റ്റ് ഏഷ്യൻ GCC ഗൾഫ് രാഷ്ട്രങ്ങളിൽ വളരെ ദരിദ്രമായ ഒരു സാമ്പത്തിക സംവിധാനം, ഒരു സംഘടന അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു ഭാഗമായി യമൻ പിന്നീട് മാറി എന്നുള്ളതാണ് ചരിത്രം. അതിന് പ്രധാനപ്പെട്ട കാരണം അവിടെ ഉണ്ടായ അല്ലെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘർഷങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു രാഷ്ട്രത്തിൽ ഒരുപാട് വിഭാഗങ്ങൾ വിഘടിച്ചു നിൽക്കുകയും ഒരു ഏകീകൃത ഭരണ സംവിധാനം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അധികവും സംഭവിക്കുക അവിടുത്തെ സാമ്പത്തിക മേഖലയിലുള്ള തകർച്ച തന്നെയാണ്. അതായത് ഒരു പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിലുള്ള അസന്തുലിതാവസ്ഥ അവിടുത്തെ സാമ്പത്തിക സംവിധാനത്തിൽ പോലും അത് സാരമായി ബാധിക്കുന്നു എന്നതാണ് നമുക്ക് വായിച്ചാൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അവിടെ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യമൻ എന്ന് പറയുന്നത് വളരെ പ്രവിശാലമായ ഒരു സ്ഥലത്ത് നീണ്ടുകിടക്കുന്ന, നോർത്ത് ഭാഗത്ത് സൗദി അറേബ്യയുള്ള റെഡ് സീയുടെ ചുറ്റുപാടത്ത് കിടക്കുന്ന അതിൻ ഭാഗവും അറേബ്യൻ സീയും സൗത്ത് ഭാഗത്തുള്ള നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒമാനുള്ള അങ്ങനെ പ്രവിശാലമായ ഒരു ഭാഗത്താണ് യമൻ കിടക്കുന്നത്. യമൻ്റെ ഒരു നല്ലൊരു ശതമാനം ഹളറമൗത്താണ് യമനിൽ നല്ല കവർ ചെയ്തിരിക്കുന്നത്. ഈ ഹളറമൗത്താണ് ഞാൻ ആദ്യം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം. ഈ ഹളറമൗത്തിനെയും സനയെയും യമനിലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട സ്ഥലമായ സനയും ചേർത്തുകൊണ്ട്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പോലും നമുക്കറിയാം. സന്ന മുതൽ ഹദർ മൗത്ത് വരെ, അല്ലെങ്കിൽ ആ രണ്ട് പ്രദേശങ്ങൾക്കിടയിൽ വളരെ സ്വതന്ത്രമായ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടം വരും എന്ന രീതിയിലുള്ള ഒരു പ്രവചനം നമുക്ക് ഹദീസുകൾ കാണാം. ഈ രണ്ട് പ്രദേശവും അത് യമനിലായിരുന്നു. കാരണം അങ്ങനെ ഒരു പക്ഷേ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ പ്രദേശം സംഘർഷങ്ങളാലും അതുപോലെ തന്നെ ഒരുപാട് കൊള്ള സംഘങ്ങളാലും പേര് കേട്ട കുപ്രസിദ്ധമായ നാടുകളായിരിക്കാം. അതുകൊണ്ടാവാം ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ അന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ഈ ഒരു യമന്റെ ഒരു മുൻകാല ചരിത്രം നമുക്കറിയാം. ആദ്യകാലത്ത് അത് ഈ ഹെംയർ എന്ന് പറയുന്ന രാജകുടുംബങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ വളരെ ഒരു ബഹുദേവാരാധന നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടമായും, പിന്നീട് ഹെംയർ രാജവംശം അവിടെ നിലനിൽക്കുന്നതോടുകൂടി അതൊരു യഹൂദ രാജവംശത്തിന്റെ ചരിത്രമായി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത് യഹൂദ ചരിത്രം, അതായത് ഹെമ്യരിറ്റികളുടെ ചരിത്രത്തിലൂടെ ആ ഭാഗം ആദ്യം യഹൂദന്മാരുടെ, ബനു ഇസ്രായേലുകളുടെ ഒരു പശ്ചാത്തലമുള്ള ഒരു അറബ് നാടായി ഹെമ്യരുകൾ ഇടക്കാലത്ത് മാറുന്നുണ്ട്. എന്നാൽ അതിനുശേഷം പിന്നീട് 6-ാം നൂറ്റാണ്ടിനോട് അടുത്ത് തന്നെ അക്സൂം എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഡൈനാസ്റ്റി ആ ഭാഗത്ത് അധികാരം പിടിച്ചെടുക്കുകയും ഈ ഡൈനാസ്റ്റിയുടെ ഭാഗമായി നിർബന്ധിതമായി ഈ ഭാഗം മുഴുവൻ ക്രിസ്തീയവൽക്കരിക്കപ്പെടുന്ന ഒരു ചരിത്രവും നമുക്ക് 6-ാം നൂറ്റാണ്ടിന് മുമ്പും നമുക്ക് കാണുവാൻ കഴിയും. ഈ അക്സൂം ഡൈനാസ്റ്റി എന്ന് പറയുന്നത് എത്യോപ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആദ്യ നൂറ്റാണ്ടുകളിൽ, ആദ്യ നൂറ്റാണ്ടുകളിൽ ഉയർന്നു വന്ന ഒരു രാജകുടുംബമാണ്. അതാണ് പിന്നീട് അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ അവർ ശ്രമം നടത്തും. നമുക്കറിയാം, അബസീനിയ എന്ന് വിളിക്കപ്പെടുന്ന ആധുനിക എത്യോപ്യയിൽ അവിടെ നിന്ന് യമൻ ഭാഗത്തേക്കുള്ള ഒരു അധികാരത്തിന്റെ വ്യാപനമാണ് അവർ ഉദ്ദേശിച്ചത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം വരെയും ആ ഭാഗം മുഴുവനും ഒരു ക്രിസ്തീയവൽക്കരിക്കപ്പെടുകയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പടയോട്ടവും അദ്ദേഹത്തിന്റെ ദാവത്തിന്റെ ഭാഗമായും ആ പ്രദേശങ്ങൾ പിന്നീട് അത് ഇസ്ലാമിലേക്ക് വരികയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് നമുക്ക് പിന്നീട് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് ഇവരുടെ പിന്നീടുള്ള ഒരു മാറ്റങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാം. ഈ ഒരു ഇസ്ലാമിൻ്റെക്ക് വരികയും അതിനുശേഷം എല്ലാ ഖിലാഫത്തിന്റെ കീഴിലും യമൻ തൻ്റെ മുസ്ലിമായി തന്നെ, അല്ലെങ്കിൽ ഇസ്ലാമിക നാടായി മാറ്റപ്പെടുന്ന ഒരു ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ 19-ാം നൂറ്റാണ്ടിന്റെ അടുത്തോടു കൂടി ഉസ്മാനി ഖിലാഫത്തിന്റെ കീഴിലാണെങ്കിൽ പോലും ബ്രിട്ടീഷ് സാമ്രാജ്യം വിവിധ ഭാഗങ്ങളിലേക്ക് അവരുടെ കൊളനൈസേഷൻ പ്രൊജക്ട് നടത്തുന്ന പശ്ചാത്തലത്തിൽ തന്നെ ഈ ഭാഗവും അവർ പിടിച്ചെടുക്കുന്നത് കാണാം. അങ്ങനെ 1-ാം ലോക യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് അവരുടെ കീഴിലേക്ക് വരികയും അവർ ബ്രിട്ടീഷുകാർ ഒരു ഭാഗം അവരുടേതാക്കി മാറ്റുകയും ചെയ്യുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ പറ്റും. അതിനോട് അവിടെ ജനങ്ങൾ ശക്തമായ പോരാട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് എതിർത്ത് നിന്നുകൊണ്ട് ദക്ഷിണ യമനിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് യമൻ എന്ന പേരിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഒരു സ്റ്റേറ്റ് അറബ് ലോകത്ത് സ്ഥാപിക്കപ്പെടുന്നത് ഈ 1967 ഒരു പശ്ചാത്തലത്തിലാണ്. പക്ഷേ പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ യമന്റെ ഒരു ഭാഗത്ത് സൗത്ത് യമനിൽ അത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഭരണമാണെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ സാധാരണ അവിടെ ഉണ്ടായിരുന്ന അറബ് ലോകത്തിന്റെ ഒരു ഭരണം സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 1990 വരുമ്പോൾ ഇവർ തമ്മിൽ ഒരു ലയനം പ്രഖ്യാപിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായി ഒരു യുണൈറ്റഡ് യമനായി മാറുകയും ചെയ്യുന്ന ഒരു ചരിത്രമുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് ഈ ഭരണകൂടങ്ങൾ തമ്മിൽ ശക്തമായ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പണ്ഡിതന്മാർ ഹളറമത്തും തരീമിലെയും നിറഞ്ഞിരുന്ന ഒരുപാട് പണ്ഡിതന്മാർ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണ പശ്ചാത്തലത്തിൽ വധിക്കപ്പെട്ടതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതായത് അറബ് ലോകത്ത് മതരഹിതമായ, അല്ലെങ്കിൽ മതത്തിനേക്കാളും അപ്പുറം നിന്നുകൊണ്ട് സോവിയറ്റ് യൂണിയനോട് ചായ്വുണ്ടായിരുന്ന ഒരു ഭരണകൂടം വന്നതോടുകൂടി അതിനോടും ആ കാഴ്ചപ്പാടിനോടും എതിർത്ത് നിന്നിരുന്ന പണ്ഡിതന്മാരെയും മനുഷ്യരെയും സൗത്ത് യമനിന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ഭരണകൂടം ഒരുപാട് വധിച്ചതായും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ പറ്റും. ഈ രണ്ട് ഭാഗത്തിൻ്റെയും ഈ ലയനത്തിന് മുമ്പ് യമനിലെ സൗത്ത് നോർത്ത് ഭാഗത്തിൻ്റെയും ഒരു വ്യത്യസ്തതയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ നമുക്ക് കാണാം. നോർത്ത് യമൻ ഭാഗത്ത് ഒരിക്കലും ഒരു കോളണിയായി മുമ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ല.
സൗത്ത് യമനിൽ ബ്രിട്ടീഷ് എംപയറിൻ്റെ കോളനിയായിരുന്നു. 1839 മുതൽ 1967 വരെ ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് അത് ഒരു മോചിപ്പിക്കപ്പെടുകയും പിന്നീട് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ള ഒരു ഭരണകൂടമായി മാറുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് അവിടെ കാണുവാൻ പറ്റും. ഈ ഒരു ഡിവിഷനൊക്കെ ശേഷം ഒരുപക്ഷെ ഇതിനോട് തന്നെ 1990-കൾ തന്നെ ഈ ഒരു കാഴ്ചപ്പാടിനോട് തന്നെ എതിരിട്ട് രൂപപ്പെട്ട സംഘടനയാണ് അൻസാറുള്ള എന്ന് വിളിക്കപ്പെടുന്ന എന്ന പേരുള്ള ഈ ഹൂസികൾ എന്ന് പരക്കെ അറിയപ്പെടുന്ന ആ സംഘടന തന്നെ. ഈ ഒരു പശ്ചാത്തലം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് കാലഘട്ടം എങ്ങനെയായിരുന്നു? കമ്മ്യൂണിസ്റ്റുകാർ യമൻ അധികാരത്തിൽ ഭരിച്ചിരുന്നപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ ഒരു പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് യമൻ PDRY എന്ന പേരിലാണ് ഒരു പട്ടാള അട്ടിമറിയോടുകൂടി അധികാരം അവർ പിടിച്ചെടുക്കുന്നത്. എന്നാൽ ഇവർക്കിടയിൽ തന്നെ ഒരു 2 വിഘടിത വിഭാഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. യമനിലെ കമ്മ്യൂണിസ്റ്റ് വിഭാഗങ്ങളിൽ തന്നെ 2 വിഘടിത വിഭാഗങ്ങൾ ഉണ്ടാവുകയും അവർ തമ്മിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവിടെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് വിഭാഗത്തിനാണ് കൂടുതൽ നല്ല ശക്തി ലഭിക്കുകയും അവർ യമനി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട പാർട്ടിയായി അവിടെ ഭരിക്കുകയും ചെയ്യുന്നത് കാണാം. പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത് നേരത്തെ ലയനം സംഭവിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തുന്നു. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യമനിൽ പരാജയപ്പെടാനുള്ള കാരണം? അതിന് ചരിത്രകാരന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സോവിയറ്റ് യൂണിയന്റെ തകർച്ച, അതുപോലെ തന്നെ അവർ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും പിന്നീട് ഇവർക്ക് ഇന്റേണലി ആഭ്യന്തരമായിട്ടുള്ള അവരുടെ ഒരുപാട് സംഘർഷങ്ങൾ കാരണം, യുദ്ധങ്ങൾ കാരണം, പ്രശ്നങ്ങൾ കാരണം അവരുടെ പവറുകൾ നഷ്ടപ്പെട്ടു പോകുന്നതും, അതുപോലെ തന്നെ നോർത്തേൺ യമനുമായിട്ടുള്ള ഈ ഒരു ലയനം അവരുടെ തന്നെ പാർട്ടിയുടെ ഭദ്രത പൊളിച്ചു കളയുന്നതിലും ഒരുപാട് ആ പാർട്ടിയോട് ജനങ്ങൾക്കുള്ള താല്പര്യം നഷ്ടപ്പെടുന്നതിലും പ്രധാന കാരണമായി മാറുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 1990-ലാണ് അലി അബ്ദുള്ള സാലി എന്ന് വിളിക്കപ്പെടുന്ന ഭരണാധികാരി യുണൈറ്റഡ് യമനിന്റെ അധികാരിയായി മാറുന്നത്. ആ മനുഷ്യനാണ് 1990-ൽ അധികാരത്തിലേറി 2012 വരെയും ഇത്രയും നീണ്ട കാലം ഭരിക്കുകയും ഒരു അതോറിറ്റേറിയനായി മാറുന്ന ഒരു സാഹചര്യം നമുക്ക് ഈ യമനിന്റെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലവും കൂടെ, അതായത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, അറബ് മുസ്ലിങ്ങൾ യമനിൽ ശക്തമാവുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ അലി അബ്ദുള്ള സാലിഹിന്റെ അതോറിറ്റേറിയൻ നിയമത്തോടുള്ള അയാളുടെ ഭരണത്തോടുള്ള ഭരണവിരുദ്ധതയുണ്ട്. അമേരിക്കൻ ഇസ്രായേലി ഇടപെടലുകളുടെയും ഫോറിൻ ഇന്റർഫിയറൻസിനോടുള്ള ഇവരുടെ വിരുദ്ധ നിലപാടുകളും എല്ലാം അൻസാറുള്ള എന്ന് വിളിക്കപ്പെടുന്ന ഹൂതികളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ പറ്റും. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൂതികളുടെ രൂപീകരണം സംഭവിക്കുന്നത്. ആരായിരുന്നു ഹൂതികൾ? ഹൂതികൾ എന്ന് വിളിക്കപ്പെടുന്നത് അൻസാറുള്ള, അതായത് അള്ളാഹുവിൻ്റെ സഹായികൾ എന്ന പേരിൽ 1900-കളിൽ തന്നെ സോവിയറ്റ് യൂണിയന്റെ പരാജയം ഉണ്ടാവുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരാജയം ഉണ്ടാവുന്നു, അതിൻ്റെ കൂടെ തന്നെ യുണൈറ്റഡ് യമൻ രൂപപ്പെടുന്നു. അവിടെ ഉണ്ടാവുന്ന പലവിധ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ അതിനോട് എതിർത്തുകൊണ്ട് രൂപപ്പെടുന്ന വിഭാഗമാണ് ഹൂതികൾ. ഇവർ നേരത്തെ അലി അബ്ദുള്ള സാലിഹിനെ തന്നെ ശക്തമായി എതിർത്തുകൊണ്ട് ഒരു പ്രധാന വിഭാഗമായി തന്നെ 2014-കളിലും 2022 വരെയും വളരെ പ്രധാന ഗ്രൂപ്പായി അവർ മാറുന്നു. സൻഅ മുതലുള്ള ഒരുപാട് വെസ്റ്റേൺ പ്രൊവിൻസ് ഭാവങ്ങളെല്ലാം ഇവർ തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരുന്നതും ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ഹൂതികൾ എന്ന് വിളിക്കപ്പെടുന്നത് ഷിഈ വിഭാഗത്തിലെ സെയ്ദിയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഹൂതികൾ. ഹൂസി എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഇത് സെയ്ദി എന്ന് വിളിക്കപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയാണ്, അതായത് അലി റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയാണ് സെയ്ദ് ഇബ്ൻ അലി. അദ്ദേഹമാണ് 5ാമത്തെ ഇമാം. ഈ 12 ഇമാം എന്ന് വിളിക്കുന്ന ഇസ്നാ അശരിയ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഇവർ വിശ്വസിക്കുന്നില്ല. പകരം അതിനേക്കാളും അപ്പുറം സെയ്ദ് ബിൻ അലി അദ്ദേഹത്തിലാണ് കൂടുതൽ ഇവർ പ്രധാന ഇമാമായി കരുതുന്നത്.
ആ വിഭാഗത്തെയാണ് നമ്മൾ സെയ്ദിയ വിഭാഗം എന്ന് പറയുന്നത്. ആ വിഭാഗമാണ് ഹൂത്തികൾ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന ഇന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി. ഇത് അവർ രൂപപ്പെട്ടത് അവരുടെ ഈ ഹൂത്തി എന്ന് വിളിക്കപ്പെടുന്ന ട്രൈബിൻ്റെയിൽ നിന്നും അതുപോലെ തന്നെ സെയ്ദി ഇമാമത്ത് അംഗീകരിച്ച വിവിധ വിഭാഗങ്ങളിൽ നിന്നും രൂപപ്പെട്ടതാണ് ഈ സംഘടന. ഇപ്പോൾ നിലവിലുള്ളത് അബ്ദുൽ മലിക് എന്ന് വിളിക്കപ്പെടുന്ന ഹൂത്തി നേതാവാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാവ്. ഇതിൻ്റെ ഫൗണ്ടറാണ് ഹുസൈൻ അൽ ഹൂത്തി. അദ്ദേഹം 2004 യമൻ എതിർ ഫ്രാക്ഷനുമായിട്ടുള്ള ആ യുദ്ധത്തിൽ സംഘടനത്തിൽ കൊല്ലപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ സഹോദരൻ അബ്ദുൽ മലിക് ഹൂത്തി ഈ സംഘടനയുടെ നേതാവായി ചുമതലയേൽക്കുകയാണ് സംഭവിച്ചത്. 1900-ങ്ങളിൽ നിന്ന് തന്നെ അവരുടെ വലിയ ഒരു പോരാട്ടം തന്നെ നമുക്ക് കാണാം. നമ്മൾ ഹൂത്തികളുടെ ഷിഈ വിഭാഗം ആയതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് അവരുടെ അഖീദ വിശ്വാസ പ്രമാണങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നുണ്ട്. കാരണം സുന്നികളുടെ അഖീദ നമ്മൾ ചർച്ച ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ക്ലാസ്സുകളിൽ ഷിയാക്കളുടെയും അഖീദ ചർച്ച ചെയ്യുന്നതല്ല. അതിനേക്കാളും അപ്പുറം ഈ ഒരു ഷിഈ മുസ്ലിം വിഭാഗം എങ്ങനെയാണ് യമനിലെയും അവരുടെ ചുറ്റുപാടുമുള്ള രാഷ്ട്രീയ ക്രമത്തിൽ ഇടപെടുന്നതും അവരുടെ പ്രാധാന്യം എന്ത് എന്നുള്ള വിഷയത്തെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. 1900-ങ്ങളിൽ തന്നെ 1990-ൽ തന്നെ ശക്തമായ ഗ്രൂപ്പായി വരികയും അതുപോലെ തന്നെ ഈ യമനിലെ ഷിയാക്കൾക്കെതിരെയും അല്ലെങ്കിൽ യമനിലെ അമേരിക്കൻ സൗദി നിലപാടുകളെ പിന്താങ്ങുന്ന അലി അബ്ദുള്ള സ്വാലിഹിന് എതിരെയും ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ടാണ് ഇവർ ഉയർന്നു വരുന്നത്. ഇറാഖിലെ US അധിനിവേശത്തിനെതിരെയും അതുപോലെ തന്നെ ബാക്കിയുള്ള മറ്റുള്ള അവരുടെ റീജിയണലായ അമേരിക്കയുടെ ഇടപെടലിനെതിരെയും ശക്തമായ ഒരു ആൻറ്റി അമേരിക്കൻ കാഴ്ചപ്പാട് ഇവർ 2000-ങ്ങളിൽ രൂപപ്പെടുത്തുന്നത് കാണാം. അതിൻ്റെ കൂടെ തന്നെ അവിടെയുള്ള നിലവിലുള്ള ഗവൺമെൻറ്റിനെതിരെ, അതായത് അമേരിക്കയുടെയും സൗദിയുടെയും GCC രാഷ്ട്രങ്ങളുടെയൊക്കെ സപ്പോർട്ടുള്ള അവിടെയുള്ള സാലിഹ് ഭരണകൂടത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഇവർ രൂപപ്പെടുത്തുന്നത് കാണാം. അറബ് സ്പ്രിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ഈ അലി അബ്ദുള്ള സാലിഹിൻ്റെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദമ്മാജ് അടക്കമുള്ള ഭാഗങ്ങളിലും യമന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും വലിയ പ്രക്ഷോഭങ്ങൾ അവർ അറബ് സ്പ്രിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തുന്നത് കാണാം. 2014 കൂടി സന അടക്കമുള്ള ഒട്ടു ഭാഗങ്ങളും പിടിച്ചടക്കുകയും വലിയ ഒരു ഭാഗം തങ്ങളുടെ കയ്യിലേക്ക് വരികയും അത് സൗദി അല്ലെങ്കിൽ GCC രാഷ്ട്രങ്ങളുടെ സപ്പോർട്ടോടുകൂടിയ ഭരണകൂടത്തിന് എതിരെ നിൽക്കുന്ന ഒരു ഫ്രണ്ടിയറായി ഒരു ഭാഗമായി അവർ അതിനെ രൂപപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണ് പിന്നീട് ഈ യമനിൻ്റെ വെസ്റ്റേൺ ഭാഗങ്ങൾ അടക്കം പിടിച്ചെടുക്കുകയും അവിടുത്തെ പ്രസിഡന്റായിരുന്ന ഹാദിക്ക് അവിടുന്ന് രക്ഷപ്പെടേണ്ടി വരികയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടാവുന്നത്. പിന്നീട് വളരെ നീണ്ട കാലത്ത് യമൻ നീണ്ടകാലത്തൊരു യുദ്ധങ്ങൾക്ക് സംഘർഷഭൂമിയായി മാറുന്ന ഒരു ചരിത്രമാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ സൗദി അറേബ്യ ഒരുപക്ഷെ യമനിൻ്റെ വിഷയത്തിൽ പ്രധാന റോള് വഹിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ലോകരാഷ്ട്രങ്ങളുടെ സപ്പോർട്ടുള്ള ഭരണകൂടത്തിന് സൈനിക, സാമ്പത്തിക, അതുപോലെ തന്നെ നയതന്ത്രപരമായ സഹായങ്ങൾ നൽകിയത് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള GCC രാഷ്ട്രങ്ങളാണ്. അവരുടെ സഹായത്തോടു കൂടി തന്നെ റഷാദ് അൽ ആലമി അധികാരത്തിലേറുകയും പിന്നീട് റഷാദ് അൽ ആലമി മാറുകയും അവിടെ അബ്ദുറബ് മൻസൂർ ഹാദി എന്ന് വിളിക്കപ്പെടുന്ന അയാൾ അധികാരത്തിലേറുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് പിന്നീട് സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ മൻസൂർ ഹാദിയും അതുപോലെ തന്നെ ഹൂത്തികളും തമ്മിലുള്ള ബന്ധം അത്രത്തോളം നല്ലതല്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ചില കോൺഫ്ലിക്റ്റുകളും വലിയ സംഘർഷങ്ങളും 2022 വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഒന്ന് തണുത്തുറഞ്ഞെങ്കിൽ പോലും, പ്രശ്നങ്ങളൊന്ന് ചെറുതായി സോൾവ് ആയെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ചില സംഘർഷങ്ങൾ രണ്ട് ഭരണ സംവിധാനങ്ങൾ കൂടി പാരലായി തന്നെ ഉണ്ടാവുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ സംഘർഷങ്ങൾക്കിടയിൽ പോലും ഹൂത്തികൾ യമനിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും പിടിച്ചടക്കുകയും അതിനുശേഷം 2023 ഇപ്പോൾ വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ തൂഫാനുൽ അഖ്സ സംഭവിക്കുകയും ചെയ്യുന്നു. തൂഫാനുൽ അഖ്സ ഒക്ടോബർ 7-ാം തീയതി 2023 സംഭവിച്ചതോടുകൂടി ഹൂത്തികൾ അത് അവരുടെ ഒരു ഇൻ്റർനാഷണൽ റീച്ചിൻ്റെ പ്രധാന ടൂളായി അല്ലെങ്കിൽ
ഒരു പ്രധാന ആയുധമായി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. കാരണം ഫലസ്തീനികളോട്, ഹമാസിനോടും അവിടെയുള്ള എല്ലാ പ്രതിരോധ സംഘടനകളോടും ഇത്രയും അനുകൂലമായി നയനിലപാട് സ്വീകരിക്കുന്ന മറ്റൊരു അറബ് ഒരു സംഘടനയെ നമുക്ക് കാണുവാൻ കഴിയില്ല. 2023 ഒക്ടോബർ 7 കൂടി അതിനുശേഷം അവർ നവംബർ മാസത്തിൽ തന്നെ, വരുന്ന അടുത്ത നവംബർ മാസത്തിൽ തന്നെ ഹൂത്തികൾ അവരും ഇസ്രായേലിനെതിരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. റെഡ് സീ അടക്കമുള്ള, ചെങ്കടക്കമുള്ള ഒറ്റ ഭാഗങ്ങളിലും ഇസ്രായേലിനെ സഹായിക്കുന്ന, ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അവിടെ ഡ്രോണും റോക്കറ്റ് അറ്റാക്കുകൾ നടത്താൻ അവർ ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ, റെഡ് സീനോട് ചേർന്ന് വരുന്ന ഒറ്റ ഭാഗങ്ങളിലും വരുന്ന കപ്പലുകൾക്ക് അവരെ അറ്റാക്ക് ചെയ്തതിൻ്റെ ഭാഗമായി വലിയ യാത്രകൾ നടത്തിക്കൊണ്ട് ലോകത്തിൻ്റെ ചുറ്റുപാടും ഭാഗങ്ങൾ കറങ്ങിക്കൊണ്ട് ഇസ്രായേലിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തി. അത് ആരാണോ ഇസ്രായേലിനെ അയക്കുന്നത് അവർക്ക് ശക്തമായ ഒരു സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ റെഡ് സീയിലെ അറ്റാക്കുകൾ മാറി. അതുകൊണ്ട് തന്നെ ഈ റെഡ് സീയുടെയും ചുറ്റുപാടുമുള്ള ഭാഗങ്ങളിലും ഹൂത്തികൾ ഉണ്ടാക്കിയ ഈ ഒരു ബ്ലോക്കേഡ് ഏറ്റവും വലിയ വിജയകരമായ ഒരു നയനിലപാടായി മാറിയതും നമുക്ക് അതിനുശേഷം കാണാം. എന്നാൽ 2025 ജനുവരിയിൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഗസ പ്രതിരോധ വിഭാഗവും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള ട്രൂസ് ഉണ്ടായി. ആ ട്രൂസ് ഉണ്ടായതോടുകൂടി ഇവരും ഈ അറ്റാക്ക് നിർത്തിവെച്ചു. എന്നാൽ പിന്നീട് ഇസ്രായേൽ ആ ട്രൂസ് ലംഘിക്കുകയും ഇസ്രായേലിനോട് ഹൂത്തികൾ ആവശ്യപ്പെട്ടിരുന്ന ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് അങ്ങോട്ട് എത്തണമെന്നും പലസ്തീനികളെ സഹായിക്കണമെന്നുള്ള ആവശ്യങ്ങൾ നിരാകരിക്കപ്പെട്ടതോടുകൂടി വീണ്ടും ഹൂത്തികൾ ആ ഭാഗത്തുള്ള അറ്റാക്ക് തുടരുകയാണ് ചെയ്തത്. അതോടുകൂടി പിന്നീട് സംഭവിച്ചത്, ഈ വളരെ ശക്തമായ നിലപാടുകൾ ഹൂത്തികൾ ഈ വിഷയത്തിൽ എടുക്കുകയാണ് ഉണ്ടായത്. അതായത് എങ്ങനെയാണ് ഹൂത്തികൾ അവരുടെ ഈ അറ്റാക്ക് കൈകാര്യം ചെയ്യുന്നത്, അതും കൂടി നമ്മൾ ആ വിഷയം സംസാരിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായും രാഷ്ട്രീയമായിട്ടുള്ള പ്രഷറാണ്. അന്താരാഷ്ട്ര ലെവലിൽ ഹൂത്തികൾ വിവിധ രാഷ്ട്രീയ കക്ഷികളായ, പ്രത്യേകിച്ച് ഇറാൻ ആവട്ടെ, ഖത്തർ, തുർക്കി, അതായത് ഇസ്രായേൽ വിരുദ്ധ മുന്നണിയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെയും UN തന്നെ ശക്തമായ ഇൻഫ്ലുവൻസ് ചെലുത്തിയും അവർ പൊളിറ്റിക്കൽ പ്രഷർ നടത്തുന്ന ഒരു സാഹചര്യം അവർ അവരുടെ സ്ട്രാറ്റജിയിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. രണ്ടാമത്തത് പ്രോപ്പഗണ്ടയുടെയാണ്. അതായത് ഈ ഫലസ്തീൻ വിഷയത്തിൽ തങ്ങൾ ഒരു വലിയൊരു നേതാവ് എന്ന നിലയിൽ തന്നെ, യഥാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ തന്നെയാണ് കാണുവാൻ കഴിയുന്നത്. ആ ഒരു ഇമേജിനെ, ആ ഒരു ദൃശ്യതയെ വളരെ ശക്തമായി തന്നെ പ്രോപ്പഗേറ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ഒരു ഫലസ്തീൻ റെസിസ്റ്റൻസിൻ്റെ പ്രധാന മുഖമായി ഇവർ മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് ഹിസ്ബുള്ള പോലും പലപ്പോഴും, തൊട്ടടുത്ത് കിടക്കുന്ന ലെബനാനിലെ ഹിസ്ബുള്ള പോലും ചെയ്യാത്ത അതിനേക്കാളും അപ്പുറം ഇസ്രായേലിനെ സാമ്പത്തികമായും വിവിധ രാഷ്ട്രങ്ങളുടെ സഹായങ്ങൾ എത്തിക്കുന്നതിൽ തടയുന്നതിലൂടെയും ഇസ്രായേലിനെ വല്ലാതെ തളർത്തിക്കളയുവാൻ ഇവർക്ക് കഴിയുന്നു എന്നതാണ് ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ അവർ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ത്രെട്ടുകളെ, പുറത്തുനിന്നുള്ള ഒരുപാട് ഭീഷണികളെ അമേരിക്കയും വിവിധ രാഷ്ട്രങ്ങളുമല്ല, അമേരിക്കയുടെ കൂടെയുള്ള രാഷ്ട്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യമനിൽ ശക്തമായ ബോംബുകൾ വർഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഹൂത്തികൾ അവരുടെ ഈ ഇത്രയും വലിയ റിസ്കിൽ നിന്ന് പിന്മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു വാർഫെയറാണ് അസിമെട്രിക് വാർഫെയർ എന്ന് വിളിക്കപ്പെടുന്ന ഡ്രോൺ അറ്റാക്കുകളിലൂടെയും മിസൈൽ സ്ട്രൈക്കുകളിലൂടെയും അവർ നടത്തുന്ന മറ്റൊരു ഒരു യുദ്ധതന്ത്രം. അതിലൂടെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായ ബോട്ടുകളിലൂടെയും പലതരത്തിലുള്ള ഡ്രോൺ അറ്റാക്കുകൾ അവർ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ 2 ദിവസം മുമ്പ് വരെയും ഇസ്രായേലിലെ ഏറ്റവും സുപ്രധാനമായ അവരുടെ എയർപോർട്ട്, ബെൻഗൂറിയൻ എയർപോർട്ടിൻ്റെ നടുക്ക് തന്നെ വലിയൊരു മിസൈൽ വർഷിക്കുവാൻ അവർക്ക് കഴിഞ്ഞത് അവരുടെ ഏറ്റവും വലിയ വിജയമാണ്. അതായത് അവിടെ വലിയ മിസൈലുകളെ തടുക്കാൻ പറ്റുന്ന ഡ്രോണുകളുള്ള
അമേരിക്കയുടെ ഒരുപാട് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കയ്യിലുള്ള ഇസ്രായേലിന് പോലും ബെൻഗൂരിയൻ എയർപോർട്ടിലേക്ക് അവർ വർഷിച്ച ആ ഒരു മിസൈലുകളെയും അത് മറ്റുള്ള ഭാഗങ്ങളിലും വിവിധ ഭാഗങ്ങളിലേക്കും തെല്ലവീവിലേക്ക് പോലും അവർ അവരുടെ ക്യാപിറ്റലായ തെല്ലവീവിലേക്ക് പോലും അവർ മിസൈൽ വർഷിച്ചിരുന്നു. അതിനെ തടുക്കുവാൻ പറ്റിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, യമൻ എന്ന് പറയുന്നത് ഇസ്രായേലിൽ നിന്ന് ഒരുപാട് ദൂരെ ഉള്ള ഒരു രാഷ്ട്രമാണ്. അതായത് ചുറ്റുപാടുമുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കുന്ന യമനിൽ നിന്നും അവരുടെ സ്വതന്ത്രമായ ഒരു ഭരണ മേഖലയിൽ നിന്നും വർഷിക്കുന്ന ഒരു മിസൈൽ അത്രയും ദൂരം കടന്നു വന്ന് ഇസ്രായേലിലേക്ക് വീഴണമെങ്കിൽ എത്രത്തോളം അവർ പവർഫുൾ ആണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ശക്തി ഉപയോഗിച്ചത് കൊണ്ട് തന്നെ വൈദേശിക ഇടപെടലുകളെ തടുക്കുവാൻ അവർ മതപരമായ അല്ലെങ്കിൽ ദേശീയപരമായ കാഴ്ചപ്പാടുകൾ ഉപയോഗിക്കുന്നതും നമുക്ക് കാണാം. ഈ ഇസ്ലാം മതപരം എന്ന് പറയുന്നത് ഫലസ്തീൻ എന്നത് മസ്ജിദുൽ അഖ്സ മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഖിബ്ലയാണ് എന്നതും ഫലസ്തീൻ എന്നത് മുസ്ലിങ്ങളുടെ ഒരു വഖഫ് സ്വത്തായിട്ട് കരുതപ്പെടുന്നു എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ ഒരു ലോക മുസ്ലിം ബോഡിയുടെ പ്രധാനമായ ഒരു ഭാഗം എന്ന നിലയിലും എന്നീ ഒരു ആശയങ്ങൾ തന്നെ ഉപയോഗിച്ചു കൊണ്ട് അത് ലോക മുസ്ലിങ്ങളുടെ മുമ്പിൽ ഒരു ഫോറിൻ ഇൻ്റർവെൻഷനെതിരെ ഒരു പ്രതിരോധ മുഖം ഉണ്ടാക്കിയെടുക്കുവാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ യമനിൻ്റെ ഒരു ഇൻ്റഗ്രിറ്റി, ആ യമനിൻ്റെ ഇൻ്റഗ്രിറ്റി പോലും ചുറ്റുപാടുമുള്ള രാഷ്ട്രങ്ങളുമായും പ്രത്യേകിച്ച് ഫലസ്തീനുമായി പോലും ചേർത്ത് വായിക്കുന്നത് പോലും നമുക്ക് ഇവരുടെ ആ പ്രസ്താവനകളിൽ കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ ഈ യമനിലെ ചുറ്റുപാടുമുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളും അവരുടെ റവന്യൂ ലഭിക്കുന്ന ഒട്ടുമിക്ക സ്ട്രീമുകളുടെയും അധികാരം ഈ ഹൂത്തികളുടെ കയ്യിലും കൂടാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഒരു വളർച്ച, ഇറാൻ പോലുള്ള വളരെ വലിയ ശക്തിയുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ പിന്തുണ, അതുപോലെ തന്നെ ലെബനാനിലെയും മറ്റുള്ള സംഘടനകളുടെയും ഒരു പിന്തുണ, ഫലസ്തീനി വിഭാഗങ്ങളുടെ പിന്തുണയും അവരുടെ ഐക്യദാർഢ്യവും ഇതെല്ലാം ഹൂത്തികളുടെ പ്രധാനപ്പെട്ട ഒരു ചാലകശക്തിയായി മാറുന്നത് നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ വിവിധ മിലിറ്ററി ടാക്ടിക്സുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നാണ് ഞാൻ നേരത്തെ വിശദീകരിച്ച ഡ്രോൺ വാർഫെയർ സ്ട്രാറ്റജി, ഡ്രോണുകളുമായിട്ടുള്ള ശക്തമായ അറ്റാക്കുകൾ. അതുപോലെ തന്നെ റെഡ് സീയിലുള്ള ചെങ്കടലിലുള്ള അവരുടെ ബ്ലോക്കേഡ്. ഇന്നലെ അവർ പ്രഖ്യാപിച്ച അവർ പ്രധാനപ്പെട്ട മറ്റൊരു ബ്ലോക്കേഡാണ് എയർ ബ്ലോക്കേഡ്. അതായത് 2 ദിവസം മുമ്പ് തന്നെ അവർ പ്രഖ്യാപിച്ചതാണ് ഈ യമന്റെ മുകളിൽ കൂടി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇസ്രായേലിനെ സഹായിക്കാൻ കഴിയുന്ന ഒരു തരത്തിലുമുള്ള വൈമാനിക യാത്രയും ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് അവർ പറയുകയും അത് ഇമ്മീഡിയറ്റ് വളരെ പെട്ടെന്ന് തന്നെ ആ നയം സ്ഥാപിക്കപ്പെടുകയും അത് അപ്ലൈ ചെയ്യപ്പെടുകയും ചെയ്തതും നമുക്ക് കാണാം. ഇങ്ങനെ ഒരു കരമാർഗത്തിലൂടെയുള്ള കടൽ മാർഗത്തിലൂടെയുള്ള പോക്കുകൾ തടയുക, എയർ ബ്ലോക്കേഡ് ആകാശമധ്യയുള്ള യാത്രകൾ, ഇസ്രായേലുമായി സഹായിക്കുന്നവരുടെ യാത്രകൾ തടയുക, അതിൻ്റെ കൂടെ തന്നെ ഇസ്രായേലിലേക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഡ്രോൺ വാർഫെയർ സ്ട്രാറ്റജി ഉപയോഗിക്കുക, അതിൻ്റെ കൂടെ വിവിധ ഇൻ്റർനാഷണൽ ബോഡികളിലും ചുറ്റുപാടുമുള്ള രാഷ്ട്രങ്ങളെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനെ തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, പൊളിറ്റിക്കൽ മാനുവറിങ്ങും പ്രോപ്പഗണ്ടകളും ഉപയോഗിക്കുക. ഇവരുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ത്രെട്ടുകളെ തടുക്കുവാൻ അവർ ഈ നേരത്തെ പറഞ്ഞ അവരുടെ ചലശക്തികൾ വിനിയോഗിക്കുക. ഇങ്ങനെ ഒരുപാട് മാർഗങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഹൂത്തികൾ അവരുടെ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത്. ഈ ഹൂത്തികളുടെ ഈ ഇടപെടലുകൾ കാരണം ഒരുപാട് കാലങ്ങളായി, മാസങ്ങളായി, പലതവണയായി, മുമ്പ് ഡൊണാൾഡ് ട്രംപിന് മുമ്പും ബൈഡന്റെ കാലത്ത് പോലും അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ബെൻഗൂറിയൻ എയർപോർട്ടിലുള്ള അറ്റാക്കിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു അത് ഇറാന്റെ മേൽ കുറ്റം ചാർത്തുകയും ഇറാനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്ന് പറയുന്ന ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്തത് നമുക്ക് കാണാം. കാരണം ഇറാൻ തന്നെ പ്രധാനപ്പെട്ട ഒരു ബാക്ക് ബോണായും പ്രധാന ചാലകശക്തിയായും ഈ വിഷയത്തിൽ നിൽക്കുന്നു എന്നുള്ളതും കൂടാണ്. ഇവിടെ ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അമേരിക്കയും അവരുടെ കൂട്ടാളികളും ഇറാനെയും അതുപോലെ തന്നെ യമൻ, ലെബനാൻ, ഫലസ്തീനുള്ള വിഭാഗങ്ങളെ എല്ലാവരെയും ചേർത്തുകൊണ്ട് ആക്സിസ് ഓഫ് ഈവിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുന്നിൽ വെച്ചു. എല്ലാ പൈശാചികതയുടെയും അച്ചുതണ്ട് ഇറാനാണെന്നും ഇറാന്റെ കൂടെയുള്ള പ്രോക്സി വിഭാഗങ്ങൾ ഉണ്ട് എന്നും
എന്നുമാണ് ഈ ആക്സിസ് ഓഫ് ഈവിൾ എന്ന് പറയുന്ന ചർച്ചയുടെ ഒരു അർത്ഥം. എന്നാൽ ഇറാനും അതിൻ്റെ കൂടെയുള്ളവരും തിരിച്ച് മറുപടി കൊടുത്തത് റെസിസ്റ്റൻസ് ഓഫ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് ഈ ആരൊക്കെ ഇസ്രായേലി അമേരിക്കൻ താല്പര്യങ്ങളെ ചേർക്കുന്നുണ്ടോ അവരെയൊക്കെയും തങ്ങളുടെ കൂടെ കൂട്ടുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം തന്നെ ഈ 2023 അതിനു മുമ്പും അതിന് പിമ്പും ഹമാസ് നേതൃത്വവും ഫലസ്തീനിലെ വിവിധ വിഭാഗങ്ങളും പ്രത്യേകിച്ച് ഇസ്ലാമിക് ജിഹാദിനൊക്കെയും കുറച്ചും കൂടി ഷീ വിഭാഗങ്ങളുമായി നല്ല ബന്ധങ്ങൾ നമുക്ക് കാണാം. ഈ എല്ലാ വിഭാഗങ്ങളും ഷിയഈ വിഭാഗമായ അൻസാറുള്ള എന്ന ഹൂതികളോട് നല്ല ബന്ധമുണ്ടാവുന്നു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു പോരാട്ടം ഒരു യോജിച്ച പോരാട്ടമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു ഷീ സുന്നി വിഘടനത്തിനേക്കാളും അപ്പുറം ഫലസ്തീനി അറബ് അഭിമാന പ്രശ്നമായി തന്നെയാണ് ഹൂതികൾ ഈ വിഷയത്തിൽ കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിഷയം. അപ്പം അതുകൊണ്ട് ഹൂതികളുടെ ഈ ഒരു ചരിത്രം, അവരുടെ റീജിയണലായി അവർക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം അതിനെ തടുക്കുവാനും അതുപോലെ തന്നെ ഈ ഒരു വലിയ ഒരു വിജയത്തിലേക്ക് ഇവർക്ക് ഈ വിഷയത്തെ കൊണ്ടെത്തിക്കുവാനും കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇറാനെയോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള അമേരിക്കയെ അംഗീകരിക്കുന്ന GCC രാഷ്ട്രങ്ങളെ അവരോട് റിബൽ ആയിക്കൊണ്ടാണ്, അതായത് തൊട്ടടുത്ത് കിടക്കുന്ന രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ ദൂരെ കിടക്കുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും അവരുടേതായ താല്പര്യങ്ങൾ, ഹൂത്തികൾ എന്ന് പറയുന്ന ആ യമൻ ഭാഗങ്ങൾ അധികാരം ഭദ്രമാക്കുക എന്നുള്ള താല്പര്യം കൊണ്ടും പൊതുജനങ്ങളുടെ, അതായത് ഷിയാക്കളല്ലാത്ത യമനികളുടെ തന്നെ സപ്പോർട്ട് ഫലസ്തീനി വിഷയത്തിൽ ഹൂത്തികൾക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞു എന്നതും അവിടെ ഉണ്ടായിരുന്ന അലി അബ്ദുള്ള സാലിഹിനെ പോലുള്ള വളരെ കറപ്റ്റായ ഒരുപാട് അഴിമതി നിറഞ്ഞ ഭരണകൂടങ്ങൾക്കെതിരെ ഉയർന്നു വന്ന സംഘാടനം എന്ന നിലയിൽ ആ ഷിയി അല്ലാത്ത ജനവിഭാഗങ്ങൾക്കിടയിൽ പോലും ഒരു വലിയ ഇമേജ് രൂപപ്പെടുത്തുവാനും ഫലസ്തീനി വിഷയവും അവരെ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഒരുപക്ഷേ ഫലസ്തീനി വിഷയത്തിൽ ഏറ്റവും പ്രാക്ടിക്കലായ ഇസ്രായേലിനെയും അമേരിക്കയെയും അവരെ പിന്താങ്ങുന്ന അറബ് രാഷ്ട്രങ്ങളെയും ഏറ്റവും വലിയ സംഘർഷത്തിലേക്കും സമ്മർദ്ദത്തിലേക്കും എടുത്തെറിയുവാൻ കഴിയുന്നതും ഇപ്പോൾ സാധിക്കുന്നതും ഹൂതികൾക്ക് മാത്രമാണ് എന്നതാണ് വർത്തമാന ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.